നമസ്കാരം. അവലും മലരും സ്വാമിക്ക് കൊടുക്കുന്നു. സ്വർണ്ണക്കുതിര തന്ത്രിക്കും, അതുപോലെ തന്നെ സ്വർണ്ണപ്പാളി പോറ്റിക്കും. അടിയും കേസും വരുമ്പോൾ അത് ഭക്തർക്കാണ്. അതായത് പറഞ്ഞു വന്നത് എന്തിനെ കുറിച്ചാ? ശബരിമലയിലെ ഈ വിവാദവും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമാണ്. കഴിഞ്ഞ ദിവസം പോറ്റി ഈ ചെന്താമരയൊക്കെ ഇറങ്ങി നടക്കുന്ന ഒരു രീതി അറിയാലോ. ആളുകളൊക്കെ പേടിച്ചുകൊണ്ടാണ് ചെന്താമരയൊക്കെ നോക്കിയത്. അതേപോലെ തന്നെയാണ് പോറ്റിയുടെയും ഒരു രീതിയൊക്കെ. അതായത് തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ ചെന്താമര പറയുന്നത്, എന്നെ കുടുക്കിയവരെ ഞാൻ കുടുക്കിയിരിക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. അതുമാത്രമല്ല, ഇയാൾക്കെതിരെ ചെരിപ്പേറ് ഒക്കെ ഉണ്ടാകുമ്പോൾ പോലും ഇയാൾ തിരിച്ചു നോക്കുകയാണ്, എല്ലാവർക്കും പണി കൊടുക്കും എന്നുള്ള മട്ടില്. എന്താണ് ശബരിമല വിഷയത്തിൽ ഇപ്പോൾ തോന്നുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശ്വാസികൾ പൂർണ്ണമായും ഈ വാർത്തകൾക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നത് ഇത് അയ്യപ്പൻ ഇറങ്ങി വന്ന് സത്യങ്ങൾ തെളിയിക്കുന്നു എന്നാണ്. ഹൈക്കോടതിയിലാണ് ഇനി ജനങ്ങൾക്ക് വിശ്വാസമുള്ളത്. അതായത് സത്യങ്ങൾ പുറത്തേക്ക് വരും എന്നുള്ളത് ഉറച്ചു വിശ്വസിക്കുന്നു അവർ. ഹൈക്കോടതി ഉള്ളത് കൊണ്ട് തന്നെ SITക്ക് ഈ വിഷയത്തിൽ, ഈ കേസിൽ അട്ടിമറിയൊന്നും നടത്താൻ സാധിക്കില്ല. അവിടെയാണ് ഈ പറയുന്നത് പോലെ തന്നെ ഒരു കൂട്ടം ആൾക്കാർ ഭയക്കുന്നത്. ശബരിമലയിലെ ഓരോ വിഷയങ്ങളും പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ഈ ശബരിമല മറ്റ് ക്ഷേത്രങ്ങൾ പോലെയല്ല. ശബരിമല അത് ഈ പത്തനംതിട്ടയിലൊക്കെ ചെന്ന് നമ്മൾ ശബരിമലയെക്കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ പറയുന്ന ഒരു വാചകമുണ്ട്, സത്യമുള്ള ക്ഷേത്രമാണ് ശബരിമല, സത്യമുള്ള ഭഗവാനാണ് അയ്യപ്പൻ. കാരണം അവരങ്ങനെ പറയുന്നതിനൊരു കാരണമുണ്ട്. അതായത് പന്തളം എന്ന കൊട്ടാരത്തിൽ ജനിച്ചു വളർന്ന ഒരാൾ, അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ധർമ്മം പരിപാലിക്കുന്നതിന് വേണ്ടി ഒക്കെ നിന്നിട്ടുള്ള ഒരാൾ, ഒരു അയ്യപ്പൻ എന്ന ഒരു മനുഷ്യനായിട്ടാണ് പന്തളത്ത് ജീവിച്ചത്. അപ്പോൾ ഇത് മാത്രമല്ല, അവർ പറയുന്ന മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ സത്യമുള്ള ദൈവം എന്ന് പറയുന്നതിനൊരു കാരണം, അതായത് നമ്മൾ മറ്റ് ദൈവങ്ങൾ, അപ്പോൾ ഈ ശിവൻ, കൃഷ്ണൻ ഒക്കെ പറയുന്ന ഒരുപാട് 33 കോടി ദൈവങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ദൈവങ്ങളുടെയൊക്കെ കാര്യം പറയുമ്പോഴും ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട്, ഇതൊക്കെ ഒരു മിത്തല്ലേ എന്ന്. നമ്മൾ ഇടയ്ക്ക് ഇതൊക്കെ സത്യമായിരുന്നോ? ശിവൻ്റെ പുരാണങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശരിയായിരുന്നു, ഇതൊക്കെ സംഭവിച്ച കാര്യങ്ങളാണോ എന്നൊക്കെയുള്ള ഒരു സംശയം, ഒരു മിത്തല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമെങ്കിലും അയ്യപ്പനിലേക്ക് വരുമ്പോൾ അതില്ല. അയ്യപ്പൻ എന്നൊരാൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശബരിമല വിഷയത്തിൽ എത്രയോ കാലങ്ങളായി ശബരിമലയുടെ പേരിൽ അടിയും വഴക്കും ബഹളങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. വർഗീയപരമായിട്ടുള്ള എത്രയോ വിഷയങ്ങളിലേക്ക് ശബരിമലയെ വലിച്ചിട്ടിരിക്കുന്നു. അപ്പോഴൊക്കെ അതിനെയെല്ലാം അതിജീവിച്ച് ആ ക്ഷേത്രം വിശ്വാസികൾക്ക് മുൻപിൽ നിലയുറച്ച് നിന്നിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത്, ഇത് അയ്യപ്പൻ തെളിയിക്കുന്നതാണ് ഇതൊക്കെ. അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വായിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ തുടക്കം. പെട്ടെന്നൊരു ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു, സ്വർണ്ണപ്പാളി അതിൻ്റെ ആ പീഠം എവിടെയാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞെടുത്ത് നിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് അത് ആര് പറയിച്ചു എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ശബരിമലയിൽ ഇപ്പോൾ എന്തൊക്കെ കൊള്ള നടന്നിട്ടുണ്ടോ അതിൻ്റെ എല്ലാ വിവരങ്ങളും ആരൊക്കെ പൂഴ്ത്തി വയ്ക്കാൻ ശ്രമിച്ചിട്ടും എല്ലാ വിവരങ്ങളും പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ സത്യമുള്ള ദൈവം എന്ന് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ അതിനകത്തിൽ കാണേണ്ടതാണ്, ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം ശബരിമലയെ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി പലതവണ വിനിയോഗിച്ചിട്ടുണ്ട്. ഈ പറയുന്ന സംഘപരിവാറുകാർ, BJPക്കാർ, കോൺഗ്രസ്സുകാർ, CPMകാർ, ഇവരെല്ലാവരും അവിടെ വിശ്വാസം നിലനിൽക്കണം എന്നുള്ളതല്ല. അവരുടെ ആരുടെയും ആവശ്യം വിശ്വാസം നിലനിൽക്കണമെന്നല്ല. ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശബരിമല വിഷയമായി മാറാറുണ്ട്. BJPയും കോൺഗ്രസും CPMനെ അടിക്കാൻ അത് ആയുധമാക്കാറുണ്ട്. തിരിച്ച് ഞങ്ങൾ വിശ്വാസം സംരക്ഷിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് CPM അതിനെ എതിർക്കാറുണ്ട്. ഇതുമാത്രമല്ല, നമ്മൾ ഈ വർഗീയപരമായി ശബരിമലയെ വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ മുൻപ് പറഞ്ഞതിനൊരു കാരണമുണ്ട്. വാവർ എന്ന് പറയുന്ന മുസ്ലിമാണ്. ആ ഒരു വിശ്വാസം, അതിനെ സംഘപരിവാർ സംഘടനകൾ ഏത് രീതിയിലാണ് ചിത്രീകരിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ് ഈ അടുത്ത കാലത്തൊക്കെ. അതായത് ശബരിമല കയ്യേറുകയാണ് വാവർ എന്നാണ് സംഘപരിവാർ ഹൈന്ദവ, അതായത് തീവ്ര ഹൈന്ദവ സംഘടനകൾ ആരോപണം ഉന്നയിച്ചത്. നമ്മൾ അവിടെ ഒന്ന് കാണേണ്ട ഒരു കാര്യമുണ്ട്. അതായത് വാവർ എന്നൊരാൾ അയ്യപ്പൻ്റെ ചങ്ങാതിയായിരുന്നു എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്, അയ്യപ്പൻ്റെ പുരാണങ്ങളിൽ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ഈ വാവർ ആദ്യം ഈ പന്തളം പിടിച്ചടക്കുന്നതിന് വേണ്ടിയാണ് വരുന്നത്, അവിടുത്തെ സമ്പത്ത് കൊള്ളയടിക്കുന്നതിന് വേണ്ടിയൊക്കെ വന്ന ഒരാളാണ് എന്ന് ഒരു ചരിത്രത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്.
പക്ഷേ പിന്നീട് അയ്യപ്പൻ വാവരുമായിട്ട് യുദ്ധം ചെയ്യുന്നു. അയ്യപ്പനെ എതിർത്ത് നിൽക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ മാനസാന്തരം വന്നിട്ട്, അതായത് അയ്യപ്പൻ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് മാനസാന്തരപ്പെടുകയും തുടർന്ന് അയ്യപ്പൻ്റെ ഉറ്റ ചങ്ങാതിയായി മാറുകയും ചെയ്തു എന്നാണ്. ശബരിമലയിലേക്ക് പോകുന്ന എല്ലാവരും വാവരെ കണ്ട് തൊഴുതിട്ടാണ് പോകുന്നത്. അത് ആ രണ്ട് അയ്യപ്പനും വാവരും തമ്മിലുള്ള ആത്മബന്ധമാണ് അവിടെ ഊട്ടി ഉറപ്പിക്കപ്പെടുന്നത്. അതായത് അവിടെ മതമില്ല, ജാതിയില്ല, ചെറിയവനെന്നോ വലിയവനെന്നോ ഒന്നുമില്ല. അവിടെയാണ് അങ്ങനെ എല്ലാവരെയും തുല്യരായി കാണുന്ന ക്ഷേത്രമാണ്. തത്വമസി എന്നത് ഊട്ടി ഉറപ്പിക്കപ്പെടുന്നത് അവിടെയാണ്, ശബരിമലയിലാണ്. നമ്മളിപ്പോൾ ഗുരുവായൂർ അമ്പലത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ അന്യമതസ്ഥർക്ക് പ്രവേശനമില്ല. പക്ഷേ ശബരിമല അങ്ങനെയല്ല. ശബരിമലയിൽ ആർക്കും പോകാം. ഈ പറയുന്ന സ്ത്രീകളുടെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതേ ഉള്ളൂ. അവിടെ ഒരു മതമോ ജാതിയോ ഒന്നുമില്ല. അതായത് തത്വമസി എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാനാകുന്നു, അതായത് അങ്ങനെയാണ് ആ ഒരു പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വേർതിരിവുകളുമില്ല. അങ്ങനെ ഒരു ക്ഷേത്രത്തെയാണ് ഈ പറയുന്ന രാഷ്ട്രീയക്കാരെല്ലാവരും കൂടി അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി പിച്ച് ചീന്തിക്കൊണ്ടിരിക്കുന്നത്. 2018 മുതൽ നമ്മളത് കാണുന്നതാണ്. എല്ലാ കാലത്തും, ഏതെല്ലാം തെരഞ്ഞെടുപ്പുകളുടെ കാലത്തും ശബരിമല ഒരു വിഷയം തന്നെയാണ്. അവിടെയാണ് ഈ പറയുന്ന പോലെ തന്നെ ധർമ്മം പരിപാലിക്കപ്പെടാറുണ്ട്. ഓരോ ഘട്ടത്തിലും ഈ വർഗീയ പ്രചാരണങ്ങളൊക്കെ വന്ന സമയങ്ങളിലും കേരളം വിശ്വാസികൾ, യഥാർത്ഥ വിശ്വാസികൾ ഒന്നിച്ചു നിന്ന് ആ ക്ഷേത്രത്തെ, അതിൻ്റെ വിശ്വാസത്തെ കളങ്കപ്പെടാതെ പരിപാലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഒന്ന് ഓർത്തു നോക്കണം, ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി എന്ന് പറയുന്നത് അയ്യപ്പൻ്റെ നടയിലുള്ളതാണ്. അതിനെ കൊണ്ടുപോയി ഓരോരുത്തരുടെ വീട്ടിൽ കൊണ്ടുപോയി പൂജ നടത്തി ആ എല്ലാവരുടെയും പേരുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എവിടെയൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി പോയിട്ടുണ്ടോ അവരുടെ എല്ലാം പേരുകൾ പുറത്തു വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിലാണ് ജയറാം ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ പുറത്തേക്ക് വന്നില്ലേ. അതുകൊണ്ടാണ് ഈ വിശ്വാസികൾ തന്നെ പറയുന്നത്, വിശ്വാസം അത് സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഒരു രാഷ്ട്രീയ പാർട്ടികളെയും ഈ വിഷയത്തിൽ, കേരളത്തിലെ യഥാർത്ഥ വിശ്വാസികൾ ഒരു കാരണവശാലും ശബരിമല വിഷയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും വാക്ക് കേൾക്കാൻ പോകരുത്. ഈ പറയുന്ന സംഘപരിവാർ സംഘടനകൾ ഞങ്ങൾ വിശ്വാസം സംരക്ഷിക്കും. അവർ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ അടി ഇവിടെ നടക്കുമ്പോൾ ഈ പറയുന്ന ഈ തീവ്ര ഹിന്ദു സംഘടനകൾ, സംഘപരിവാർ സംഘടനകൾ പറഞ്ഞ എന്താണ്, അയ്യപ്പനെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന്. എങ്ങനെയാണ് ദൈവത്തെ അവർക്ക് സംരക്ഷിക്കാൻ കഴിയുക? അപ്പോൾ അതാണ് അവിടെ സത്യം എല്ലാ കാലത്തും പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഈ മറ്റു ക്ഷേത്രങ്ങളിൽ, എല്ലാ ക്ഷേത്രങ്ങളിലും ഇതുപോലെ കൊള്ളകൾ ഒക്കെ നടക്കാറുണ്ട്. എങ്കിലും ശബരിമലയിൽ നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളുടെയും വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഈ അന്വേഷണം നടക്കുമ്പോൾ എല്ലാവരും ജാഗ്രത പാലിക്കുന്നത്. അതുകൊണ്ടാണ്. അല്ല ഇപ്പോൾ സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി മാത്രമാണ് ഇതിൽ അന്വേഷണം നടക്കുന്നതെങ്കിൽ ഇതിനോടകം കേരളം കത്തുന്ന പ്രതിഷേധങ്ങൾ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായതുകൊണ്ടാണ് വിശ്വാസികൾ സംയമനം പാലിക്കുന്നത്. ആരിളക്കി വിടാൻ ശ്രമിച്ചാലും ഈ യഥാർത്ഥ വിശ്വാസികൾ അവർ കാത്തിരിക്കും സത്യം പുറത്തേക്ക് വരാൻ വേണ്ടി. ഇതിലിപ്പം പ്രക്ഷോഭ പറഞ്ഞ വാക്ക് തന്നെ കടമെടുത്തിട്ട് തുടങ്ങാം. അതായത് അയ്യപ്പൻ ഇത് തെളിയിച്ചു എന്നുള്ള രീതിയിൽ നമുക്ക് ഈ വിവാദം ഉണ്ടാകുന്നതിന്റെ ഒരു 10 ദിവസം മുന്നോട്ടെടുത്ത് നോക്കി അവിടെ എന്താണ് ഉണ്ടായത്? ശബരിമലയെ മുതലെടുക്കാൻ വേണ്ടിയുള്ള ഒരു ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നു. അങ്ങനെ ഒരു സംഭവം, ഒരു പരിപാടി നടന്നതിൻ്റെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിലാണ് ഇതേപോലെയുള്ള വലിയൊരു വിവാദം പുറത്തു വരുന്നത്. അതും ഇതും തമ്മിൽ എന്താ ബന്ധം എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഓരോരുത്തർക്കും സംശയം വരും. അതും ഇതും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഇതെല്ലാം എത്തിച്ചേരുന്നത് CPM-ലേക്കാണ്. അതായത് അവിടെ ഒരു ദേവസ്വം ബോർഡ് ഉണ്ട് എന്നും ആ ദേവസ്വം ബോർഡിലെ പകുതിയല്ല അധികം ആളുകൾക്കും ഞാൻ ചെയ്ത തെറ്റുകൾ അറിയാമെന്നും കഴിഞ്ഞ ദിവസം ഇയാൾ വ്യക്തമാക്കി കഴിഞ്ഞു. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നുണ്ട്, എനിക്ക് ഇവിടെയുള്ള വസ്തുക്കൾ മറ്റ് ഭക്തർക്ക് മുന്നിൽ കാഴ്ചവെച്ചുകൊണ്ട് അവരിൽ നിന്ന് പണം സ്വരൂപിക്കാൻ മാത്രമേ ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ദേവസ്വത്തിലെ ആളുകളും മറ്റു ചിലരും ഒക്കെ ചേർന്നുകൊണ്ട് ആണ് ഇങ്ങനെ ഒരു ഐഡിയ വരുന്നത്. അതായത് സ്വർണം പൊഴുത്താം എന്നുള്ളൊരു ഐഡിയയിലേക്ക് എത്തുന്നത്. ദേവസ്വം ബോർഡിൽ കയറുന്നത് ആരാണെന്ന് നമുക്കറിയാം. നേരായ വഴിയിലല്ല എങ്കിൽ പോലും പാർട്ടിയിലെ ആളുകളാണ് ദേവസ്വത്തിലുള്ളത്. ഈ വിവാദമായിട്ടുള്ള അല്ലെങ്കിൽ ഈ കാണാതായ സമയത്ത്, സ്വർണം കാണാതായ സമയത്തും ദേവസ്വം ബോർഡിലുള്ളത് CPM പ്രവർത്തകരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അയ്യപ്പനെ മുതലെടുക്കാൻ നോക്കിയിട്ടുള്ള സഖാക്കന്മാർക്ക് തിരിച്ചൊരു പണി അയ്യപ്പൻ തന്നെ കൊടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും പോറ്റി പറഞ്ഞിരിക്കുന്ന ഓരോ മൊഴികളിലും അത് വളരെ ഭീകരമായിട്ടുള്ള ഒരു കാര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത്. 24 മണിക്കൂറും അവിടെ സുരക്ഷിതത്വം ഒരുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്, ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനെയൊക്കെ പറ്റിച്ചുകൊണ്ട്
അവിടെ ഈ CCTV ഒന്നും ഇവർക്കൊരു വിഷയമുള്ള കാര്യമല്ലല്ലോ. അല്ല, അവിടെയാണ് ഈ പറയുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ CCTV സംവിധാനങ്ങളെല്ലാം ഉള്ളപ്പോൾ അവിടെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അകത്തുള്ള ഒരാൾക്കല്ലാതെ പുറത്തുനിന്ന് ആർക്കും കൊള്ള നടത്താൻ കഴിയില്ല. അവിടെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കിടക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ പറയുന്ന CPM-ലെ പലർക്കും വേവലാതി തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. അകത്തായിരിക്കുന്നത്, അതായത് ദേവസ്വം വിജിലൻസിൻ്റെ FIR-ലുള്ള ആരുടെ പേരാണ്? മുരാരി ബാബു, അതുപോലെ തന്നെ മുൻ ദേവസ്വം കമ്മീഷണറായിരുന്ന വാസു, ഇവരൊക്കെ CPM-ഉമായിട്ട് അടുത്ത ബന്ധമുള്ള ആൾക്കാരാണ്. CPM മാത്രമല്ല, മുരാരി ബാബുവിനൊക്കെ കോൺഗ്രസുമായിട്ടും BJP-യുമായിട്ടും ബന്ധമുണ്ട്. അപ്പോൾ രാഷ്ട്രീയക്കാരും ഒക്കെ ആയിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. ആരുടെയൊക്കെ പേരുകൾ പുറത്തേക്ക് വരും, അതൊരു പേടിയാണ് തീർച്ചയായിട്ടും. പിന്നെ ഒരു കൃപേഷ് എന്ന് പറയുന്ന ഒരാളുടെ പേര് ഈ പറയുന്ന പോറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് ആ സമയത്ത് സ്വർണം പൂഴ്ത്തി എന്ന് പറയുന്ന സമയത്ത് കുറച്ച് സ്വർണം ബാക്കി ഉണ്ടായിരുന്നു, അത് മാറ്റി വച്ചു, ഈ പറയുന്ന കൃപേഷിന്റെ കയ്യിൽ കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ കൃപേഷ് എന്ന് പറയുന്ന ഒരു പേര് അത് സാങ്കല്പികം മാത്രമാണ്. അങ്ങനെ ഒരു വ്യക്തി ഉണ്ട് എന്നതല്ലാതെ പേര് വ്യക്തമല്ല. അപ്പോൾ ആ ഒരു പേരിന് പിറകിൽ നിൽക്കുന്നത് ഈ പറയുന്ന ഒരു വലിയ സഖാവ് അല്ലെങ്കിൽ ഒരു പ്രവർത്തകനിലേക്ക് എത്തിക്കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നിലവിലത്തെ റിപ്പോർട്ടുകൾ പ്രകാരം അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും അയ്യപ്പനെ മുതലെടുത്ത് വലിയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വലിയ നേട്ടങ്ങൾ കൊയ്യാമെന്ന് കരുതിയവർക്കൊക്കെ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നല്ലോ, BJP-യുടെ നേതൃത്വത്തിൽ മഹിളാ മോർച്ച നടത്തിയ പ്രതിഷേധം. ആ പ്രതിഷേധം കഴിഞ്ഞ സമയത്ത് ഒരു ബിരിയാണി കൊടുത്തൊരു സംഭവം ഉണ്ടായിരുന്നു, അറിഞ്ഞായിരുന്നു? ബിരിയാണി കൊടുത്തു. അപ്പോൾ അതുപോലും മറ്റൊരു രീതിയിലേക്ക് വളച്ചൊടിച്ച് CPM-ന്റെ അല്ലെങ്കിൽ സഖാക്കന്മാരുടെ ഒരുപാട് ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ വിഷയം മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കിടക്കുന്നത്. അതായത് ഈ ബിരിയാണിയുമായി ബന്ധപ്പെട്ടിട്ടാണ്, അതായത് ആ സ്ത്രീകൾ അവർക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുത്തിരുന്നു. അപ്പോൾ വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ, കണ്ണൂരിൽ നിന്നൊക്കെ വന്ന സ്ത്രീകൾ അതിനകത്തിലുണ്ട്. അപ്പോൾ അവർക്ക് കഴിക്കാൻ കൊടുത്ത ഭക്ഷണമാണത്. അതിനെ വർഗീയപരമായി വളച്ചൊടിച്ചത് ആരാണ്? ഒരു മാധ്യമപ്രവർത്തകനാണ്. വീണ്ടും വീണ്ടും അവരോട് ഇത് ചിക്കൻ ബിരിയാണിയാണോ, എന്ത് ബിരിയാണിയാണ്, അതായത് അയ്യപ്പന് വേണ്ടി സമരം ചെയ്യാൻ വന്നവർ ചിക്കൻ ബിരിയാണി കഴിച്ചു മടങ്ങുന്നു എന്നുള്ള തരത്തിലേക്ക് വളച്ചൊടിക്കപ്പെട്ടതാണത്. അതാണ് സൈബർ ഗ്രൂപ്പുകൾ ഏറ്റെടുത്തത്. എന്ത് മാധ്യമ പ്രവർത്തനമാണത്? സൈബർ ഗ്രൂപ്പുകൾ ഏറ്റെടുത്തു എന്ന് പറയുമ്പം എല്ലാതരം ഗ്രൂപ്പുകളിലും ഇങ്ങനൊരു പോസ്റ്റ് പ്രചരിക്കുന്നില്ല, അല്ലെങ്കിൽ ട്രോള് പ്രചരിക്കുന്നില്ല. ഈ സഖാക്കന്മാർ എന്ന് വാല് വരുന്ന ഗ്രൂപ്പുകൾ, അതായത് നമ്മൾ പറയുമല്ലോ ഈ സൈബർ സഖാക്കന്മാർ എന്ന് ചില സമയത്ത് വിശേഷിപ്പിക്കും. ആ ഒരു ടീമാണ് ഇത് ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് വിഷയം മാറ്റി ശബരിമല എന്നതോ അവിടെ നടന്നിരിക്കുന്ന കൊള്ള എന്നതോ അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. അയ്യപ്പന് വേണ്ടി പ്രവർത്തിക്കാൻ വന്ന ആളുകൾ അല്ലെങ്കിൽ BJP-ക്കാര് ഈ ബീഫും ഇതൊക്കെ കഴിക്കുന്നു വരുത്തി തീർക്കാനാണ് ഇവരെ ഒരു വ്യഗ്രത. അതായത് എങ്ങനെ വർഗീയത ഉണ്ടാക്കാം എന്ന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെ തിരിച്ചടി കിട്ടിയിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് അവിടെ കോമഡിയാണ്. വർഗീയ ശക്തികളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, വർഗീയതയോട് അടുത്ത് പോലും പോകില്ല എന്ന് പറയുന്ന CPM-കാരാണ് ഇത്രയും വലിയ പച്ചയ്ക്ക് വർഗീയത പറയുന്നത്. വർഗീയതയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയുടെ കാര്യം പറയാണ്ട് പോകാൻ പറ്റില്ല. അറിഞ്ഞു കാണുമല്ലോ, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഹിജാബ് എന്ന് പറയുന്ന ഒരു വിഷയം വലിയ രീതിയിൽ ആളിക്കത്തുകയാണ്. ഈ ഹിജാബ് എന്നുള്ള വിഷയം എങ്ങനെയാണ് ഇവിടെ ഇത്രയും വലിയൊരു വിവാദ രീതിയിലേക്കായത്? വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ കൊണ്ടാണ്. അതായത് ഇപ്പം ആ ഒരു വിഷയവുമായിട്ട് നമ്മൾ വലിയ രീതിയിൽ പോകുന്നില്ല എങ്കിൽ പോലും ആ ഒരു വിഷയം അവിടെയുള്ള വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും അവിടുത്തെ PTA-യും തമ്മിൽ പറഞ്ഞ് സംസാരിച്ച് ഒതുക്കി തീർത്ത വിഷയമാണ്. പിന്നീട് ഒരു ദിവസം പൊട്ടിത്തെറിക്കുന്നത് പോലെ വിദ്യാഭ്യാസ മന്ത്രി വന്ന് അത് വലിയ രീതിയിൽ പ്രതികരിക്കുന്നത്. അതുകൊണ്ടാണ് അത് വീണ്ടും മറ്റൊരു തലത്തിലേക്ക് പോയത്. അതായത് കിട്ടിയൊരു അവസരത്തിൽ വർഗീയത ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വീണ്ടും നമുക്കൊരു ഉപയോഗം വെക്കുന്ന അത് മാത്രമല്ല കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് ഈ ശബരിമല ഒതുക്കാൻ വേണ്ടി പല വാർത്തകളും ഇതുപോലെ തന്നെ പല പ്രചരണങ്ങളും ഉണ്ടാകും. ഒരു കലാപത്തിലേക്ക് വരെ നയിക്കാവുന്ന പ്രസ്താവനകൾ ഈ പറയുന്ന ബന്ധപ്പെട്ട മന്ത്രിമാരുടെയും ഒക്കെ വായിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരാം. അപ്പോൾ ഈ വിഷയം കെട്ടടക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടേക്ക് വരുമ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, അതായത് ഇന്നലെ ശബരിമല നട തുറന്നപ്പോൾ ഒരുപാട് പേർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ അന്ധവിശ്വാസം എന്ന് പറയുന്നില്ല, പക്ഷെ ഓരോരുത്തരുടെ വിശ്വാസമുണ്ട്, അതിനെ നമ്മൾ മാനിക്കുക തന്നെ ചെയ്യണം. അപ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നലെ അറസ്റ്റ് ചെയ്യുന്ന അതേ ദിവസം തന്നെയാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളി അവിടെ തിരികെ കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ അതാ പറയുന്നത്, അവർ പറയുന്നത് ഇതാണ്,
ആ വിശ്വാസം അത് അയ്യപ്പൻ തന്നെ സംരക്ഷിക്കും എന്നവർ പറയുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കോയിൻസിഡൻസുകളാണ് ആ വിഷയത്തിൽ ഉണ്ടാകുന്നത്. മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത്, ഈ പറയുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യമായി പ്രതികരിച്ചല്ലോ എന്ന് ചില എന്ത് പ്രതികരണമാണ് നടത്തിയത്? CPM-ന്റെ സൈബർ ഗ്രൂപ്പുകൾ പറയുന്നത് പിണറായിക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട് വിശ്വാസം സംരക്ഷിക്കണം എന്ന ഒരൊറ്റ തീരുമാനം മാത്രമേ ഉള്ളൂ. എവിടെയാണ് മുഖ്യമന്ത്രി ശബരിമലയിലെ വിശ്വാസം സംരക്ഷിച്ചത്? മറ്റൊരു കാര്യം, ഈ വിഷയത്തിൽ കൃത്യമായ ഒരു മറുപടി പോലും മുഖ്യമന്ത്രി പറയാതെയാണ് വിദേശത്തേക്ക് പോയിരിക്കുന്നത്. നാളെ തിരിച്ചെത്തിയാലും ശബരിമല വിഷയത്തിൽ ഒരു അക്ഷരം പ്രതികരിക്കാൻ പോകുന്നില്ല. ഇവിടെ പണി കിട്ടിയ മറ്റൊരു കൂട്ടരുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിന് പൂർണ്ണമായും പിന്തുണ കൊടുത്ത് ഞങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ച NSSന്റെ സുകുമാരൻ നായർ മുരാരി ബാബു ഉൾപ്പെടെയുള്ളവരുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ്. അതായത് ആഗോള അയ്യപ്പ സംഗമത്തിൽ ഈ പറയുന്ന പിണറായിയെയും സുകുമാരൻ നായരെയും ഒക്കെ ഒന്നിപ്പിക്കാൻ, കൈകൊടുപ്പിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് മുരാരി ബാബു ലക്ഷ്യമിട്ടിരുന്നത് ദേവസ്വം പ്രസിഡന്റിന്റെ കസേരയാണ്. അപ്പോൾ അതിനുവേണ്ടി എല്ലാം വട്ടം കൂട്ടി വന്നപ്പോഴാണ് ഈ കൂട്ടരെല്ലാം അകത്തായത്. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവമാണ്. അതായത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് തൈര് കഴിച്ചാലേ, ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടെ തൈര് കഴിച്ചാലേ ഇറങ്ങുള്ളൂ എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു. ഒരു പോലീസുകാരൻ തൊട്ടടുത്ത പത്തനംതിട്ട AR ക്യാമ്പിന് അടുത്തുള്ള ഒരു കടയിൽ പോയി തൈര് വാങ്ങാൻ ചെല്ലുന്നു. അപ്പോൾ ഇവർ സ്ഥിരം ചെല്ലുന്ന കടയായതുകൊണ്ട് ആ കടക്കാർ ചോദിക്കുന്നു, അതായത് ഇവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോകുന്നതൊക്കെ കണ്ടതാണ്. അപ്പോൾ ഈ പോലീസുകാരൻ തന്നെ പറഞ്ഞു അത്രേ, അതായത് തൈര് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ കടയുടമ പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തൈരില്ല. കാരണം അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഇത്രത്തോളം വലിയ കള്ളത്തരങ്ങളൊക്കെ കാണിച്ച ഒരാൾ പറയുകയാണ് ഞാൻ ശുദ്ധ വെജിറ്റേറിയനാണ്, തൈര് കഴിച്ചാലേ എനിക്ക് ഇറങ്ങത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ദഹിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ താഴെ വന്ന ചില കമൻറ്റുകളാണ്, അതായത് ഈ അണ്ണാൻകുഞ്ഞിനും തന്നാലായതെന്ന് എന്ന് പറയുന്ന പോലെ തന്നെ വിശ്വാസം ഉള്ള എല്ലാവരും ഇതിനെ ഓരോ രീതിയിൽ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് പ്രതികരിക്കാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഒന്നെങ്കിൽ ചിലപ്പോൾ കമന്റ് ഇട്ടുകൊണ്ടായിരിക്കാം, പോസ്റ്റ് ഇട്ടുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തൈര് കൊടുക്കാതെ ആയിരിക്കാം. അത്തരത്തിൽ ഈ ശബരിമല എന്ന് പറയുന്ന ഒരു വിഷയം വീണ്ടും ഒരു കൂട്ടർക്ക് വലിയ വയ്യാവേലിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 2018 ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ അടി നടക്കുമ്പോഴത്തേക്ക് എല്ലാവരും കരുതി ഇനി CPM അധികാരത്തിൽ വരില്ല എന്ന്. പക്ഷേ രണ്ടാമത്തെ അധികാരം കിട്ടിയപ്പോഴത്തേക്ക് ഈ പറയുന്ന വിശ്വാസമില്ല എന്ന് പറയുന്ന CPM-കാർ പോലും പറഞ്ഞ ഒരു കാര്യമുണ്ട്. കണ്ടില്ലേ, എല്ലാവരും പറഞ്ഞു ശബരിമല വിഷയത്തിൽ ഈ സർക്കാർ താഴെ പോകും, ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല. പക്ഷെ അയ്യപ്പൻ തന്നെയാണ് ഞങ്ങളെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവന്നതെന്ന്. 2026 അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ വിഷയം എങ്ങനെയായിരിക്കും ഇനി വിശ്വാസികൾ എടുക്കുക എന്നുള്ളതാണ്. കാരണം വലിയ ആചാര ലംഘനമാണ് അവിടെ നടന്നിരിക്കുന്നത്. അയ്യപ്പൻ്റെ സ്വർണം, അതായത് നടയിലെ സ്വർണം ഓരോ വീട്ടിൽ കൊണ്ട് കാഴ്ചവെക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ആചാര ലംഘനമാണ്. നമ്മൾ വിശ്വാസം പറയുമ്പോൾ ചിലരൊക്കെ നമ്മൾ ഇപ്പോൾ ഈ ചർച്ച നടത്തുമ്പോൾ പോലും ദഹിക്കാത്ത ആൾക്കാരുണ്ടാകും, അന്ധവിശ്വാസത്തിൻ്റെ പടുകുഴിയിലാണ്. അങ്ങനെയല്ല, ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തെ ഒന്നും ചോദ്യം ചെയ്യാൻ നമുക്ക് ഒരു അധികാരവുമില്ല. എന്തിനേറെ നമ്മുടെ ഭരണഘടനയിൽ പോലും വിശ്വാസം സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ആർക്കും ഏത് മതത്തിലും വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ഉണ്ട് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ ഈ ഹിന്ദുമത വിശ്വാസികളെ മാത്രം അന്ധവിശ്വാസികളും വിശ്വാസമുള്ള എല്ലാവരെയും അങ്ങ് സംഘികളാക്കുന്ന രീതിയാണ് ഇവിടുത്തെ CPM-നുള്ളത്. അങ്ങനെയല്ല, വിശ്വാസമുള്ള എല്ലാവരും സംഘിയൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ മുന്നിൽ നിന്ന് പിണറായി വിജയൻ സംഘിയായിട്ടാണോ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്? അപ്പോൾ അതൊന്നുമല്ല, രാഷ്ട്രീയ ഇത് മുതലെടുപ്പാണ്. മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും ഒക്കെ ക്ഷേത്രങ്ങളിൽ പോകാറുള്ള സംഖ്യയാണോ എന്നുള്ളൊരു ചോദ്യം. അങ്ങനെയല്ല, ഈ സംഘപരിവാർ സംഘടനകൾക്ക് കൃത്യമായ അജണ്ടയുണ്ട്. മതം പറഞ്ഞ് അവർക്ക് അധികാരത്തിൽ കയറുക എന്നുള്ളതാണ്, അത് അവരുടെ അജണ്ടയാണ്. പക്ഷെ വിശ്വാസമുള്ളവർക്ക് അത് കൃത്യമായി അറിയാം, അവരതിനെ എതിർക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടല്ലേ ഇത്തവണ എന്തോ ഒരു പട്ടാഭാഗ്യത്തിനാണ് ഒരു സീറ്റ് കിട്ടി കയറിപ്പോയത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളെയും വിശ്വാസികൾ നമ്പാൻ നിൽക്കരുത്. കാരണം അവർക്ക് ഏത് വിശ്വാസവും ഏത് മതവും കച്ചവടത്തിനും രാഷ്ട്രീയം കളിക്കാൻ മാത്രമുള്ളതാണ്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഇവിടുത്തെ വിശ്വാസം സംരക്ഷിക്കാനും, ഏത് വിശ്വാസം ആയിക്കോട്ടെ, ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ ഏതും ആയിക്കോട്ടെ, നമ്മൾ കണ്ടതാണ് സുരേഷ് ഗോപി ഉൾപ്പെടെ പള്ളികളിൽ കയറി ഇറങ്ങി കിരീടം വെക്കുന്നതും മുട്ടുകുത്തുന്നതും ഒക്കെ. അതിന് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുകയായിരുന്നു. അതാണ് പറയുന്നത്, ഇവരുടെ രീതി ഇതാണ്. ഇത് ഇവർക്ക് രാഷ്ട്രീയം കളിക്കാനുള്ള ആയുധം മാത്രമാണ്. അതുകൊണ്ട് വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, വിശ്വാസം നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അയ്യപ്പനെ അയ്യപ്പൻ തന്നെ കാത്തു എന്ന് പറയുന്നത് പോലെ
എന്തായാലും ശബരിമല ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ പൊള്ളുന്ന ഒരു വിഷയമായി എല്ലാവർക്കും മാറും.